തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോൾ CPM-ന്റെ മേലെ പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. രാഷ്ട്രീയമായ പ്രതികളോട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും. നിലവിൽ ഒരു നോട്ടീസും ലഭിച്ചിട്ടില്ലേ? ഒന്നും കിട്ടിയില്ല, ഒരു കാര്യവും കിട്ടിയില്ല, അറിയിച്ചില്ല. പാർട്ടിക്ക് ഇതെന്ത് വന്നെന്ന് ഏതോ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓഫീസ്, ആ ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയ ഓഫീസ് ലോക്കൽ കമ്മിറ്റി ഫണ്ട് പിരിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അവർ രേഖ വാങ്ങുമ്പോൾ, അതായത് സ്ഥലം വാങ്ങുമ്പോൾ പാർട്ടിയുടെ പേരിലാണ്, ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ്. അപ്പോൾ ഇതൊക്കെ തോന്നിയാസം കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവം വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, തോന്നിയാസം. എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. വ്യക്തികൾക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള കള്ളപ്പണക്കേസുകളിൽ പ്രതികളാകുന്നത്, പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്നത്. കേരളത്തിലെ CPM നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് CPM മാറി. അതിൻ്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് കള്ളപ്പണക്കേസിൽ പ്രതികളാക്കപ്പെടുന്ന പാർട്ടി എന്നുള്ളത്. ജനപ്രാതിനിധ്യ നിയമവും 2023 മാർക്സിസ്റ്റ് പാർട്ടി സമർപ്പിച്ച കണക്കനുസരിച്ച് കണക്കുകളിൽ ഉൾപ്പെടാത്ത 25 അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ പേരിൽ തൃശ്ശൂരിലെ വിവിധ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ളതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൃശൂരിലെ LDF തോൽവിക്ക് ശേഷവും കരുവന്നൂർ കേസ് CPM-നെ വിട്ടൊഴിയുന്നില്ല. പാർട്ടി നേരിട്ട് കള്ളപ്പണ കേസിൽ പ്രതിയാവുകയാണ്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ചെടുത്ത പണം CPM-ൽ നിന്ന് കൂടി ഈടാക്കുകയാണ് ED. ഇത്തവണ കണ്ടുകെട്ടിയ 29 കോടിയിൽ 73 ലക്ഷം CPM-ന്റേതാണ്. ഇതിൽ 43 ലക്ഷം പണവും ബാക്കി ഭൂസ്വത്തും. ഭൂമി രജിസ്റ്റർ ചെയ്തത് CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ. കരുവന്നൂരിനെ കാട്ടി തൃശൂർ BJP എടുത്തുവെന്ന ആരോപണം UDF നിർത്താതിരിക്കുമ്പോഴാണ് കേന്ദ്ര ഏജൻസി CPM-നെതിരായ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് EDയുടെ ലക്ഷ്യം? പാർട്ടി പ്രതിയാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. കരുവന്നൂർ ബാങ്ക് കേസിന് പിന്നാലെ വർഷങ്ങളായി സഞ്ചരിക്കുന്ന കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ അനിൽ അക്കര, ഇതിൽ MV ഗോവിന്ദൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഇത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്നാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. എന്ത് ബന്ധമാണ് ഇക്കാര്യത്തിൽ CPM-നുള്ളത്? ഏരിയ സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റികൾ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുണ്ടാക്കുന്ന പാർട്ടി ഓഫീസുകൾ, ഇതിലെന്താണ് കള്ളപ്പണമെന്ന് MV ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ED ഈ നീക്കങ്ങൾ നടത്തുന്നു എന്നത് വിശ്വസനീയമായ വിവരം തന്നെയാണോ? പാർട്ടിയുടെ സ്വത്തുക്കൾ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED കണ്ടുകെട്ടുകയാണ്. അതിൽ 73 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഉൾപ്പെടുന്നു. 60 ലക്ഷം രൂപ അക്കൗണ്ടുകളിൽ ഉള്ളതാണ്. 13 ലക്ഷം രൂപ ഈ ഭൂസ്വത്തിന്റെ പേരിൽ ഈടാക്കുന്നതാണ്. യഥാർത്ഥ വസ്തു ഇത് തന്നെയാണോ? ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയമായ നിക്കക്കളിക്ക് വേണ്ടി സംസാരിച്ചാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്ത് CPM-ന്റെ 63,62,000 രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണമായി കണ്ടുകെട്ടിയിട്ടുള്ളത്. മറ്റുള്ളത് പിന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇതിനകത്ത് ഞാനിത് വളരെ കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലും തൃശ്ശൂർ ജില്ലയിൽ നടന്ന നിക്ഷേപ കൊള്ള എന്ന രീതിയിലും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ നമ്മളത് ഈ കേസിനെ നന്നായി പഠിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഒരു ബാങ്ക് കൊള്ളയോ അല്ലെങ്കിൽ ഒരു സ്കാം എന്നതിൽ വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കൊള്ള നടത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണത്തിലേക്ക് ഈ കരുവന്നൂർ ബാങ്കിലെ CPM-ന്റെ പ്രവർത്തനങ്ങൾ കടന്നുപോവുകയാണ്.
ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇ ഡിയുടെ ഏജന്റായി അല്ലെങ്കിൽ ഇ ഡിക്ക് വേണ്ടി സംസാരിക്കാമെന്ന ആളല്ല. ഇതിനകത്ത് വളരെ കൃത്യമാണ്. ഞാൻ ഈ കേസിലെ ഏറ്റവും ആദ്യത്തെ പിന്നെ റെയ്ഡ് നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആൾ ഞാനാണ്. അന്ന് ആദ്യത്തെ പത്രസമ്മേളനം നടത്തിയ ആൾ ഞാൻ തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിലാണ് AC മൊയ്തീൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നത്. അന്ന് AC മൊയ്തീൻ്റെ വീട്ടിൽ നിന്നും പിന്നെ ബാങ്കുകളിലുള്ള പണം കണ്ടെത്തിയത് ഏതാണ്ട് 98 ലക്ഷം രൂപയാണ്. ആ 98 ലക്ഷം രൂപ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവിനെ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഈ കേരളത്തിൽ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായ കാര്യമാണ്. ജനപ്രതിനിധികളുടെ അടുത്തേക്ക് കിഡ്നി ഡയാലിസ് ചെയ്യാനും മരുന്ന് വാങ്ങാനും ഒക്കെ വരുന്ന സമയത്ത് ഒരു രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞു മടക്കി വിടാൻ ഈ 98 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അതിൽ തന്നെ 40 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് കണക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അഡ്ജുഡിക്കേറ്ററി അതോറിറ്റി അത് പിന്നെ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് സ്ഥിരപ്പെടുത്തുന്നത്. പക്ഷേ AC മൊയ്തീനെ ഇപ്പോഴും പ്രതിയാക്കിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ ഞാൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കൃത്യമായ തെളിവെന്ന് പറയുന്നത് ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ പിന്നെ കോഡ് ഓഫ് കോണ്ടാക്ട് വന്ന മാർച്ച് 16 ശേഷം തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇവർ ക്യാഷായി പിൻവലിച്ച 2 കോടി രൂപയാണ്. ഇഡിയുടെ അന്നത്തെ ആ കണ്ടുകെട്ടലുണ്ടല്ലോ, അന്നത്തെ ആ റെയ്ഡും അതിനുശേഷമുള്ള സ്വത്ത് കണ്ടുകെട്ടലും ഒക്കെ പണം ഈടാക്കുന്നതുമൊക്കെ, അതിൽ പിന്നീട് എന്ത് നടപടി എടുത്തു? ഇപ്പോൾ AC മൊയ്തീനെ എന്തായാലും പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ആ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അത് സ്ഥിരമാക്കി മാറ്റുവാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ? AC മൊയ്തീനെ വെറുതെ മോശമാക്കുകയും ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി എന്നായിരുന്നുവല്ലോ CPM വാദം. അതിലെന്തെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് കൃത്യമാണല്ലോ. ഞാനത് കൃത്യമായ എൻ്റെ ഡോക്യുമെൻറ്റുകൾ സഹിതം പത്രസമ്മേളനം നടത്തിയ ആളാണ്. ഈ ബാങ്ക് ഓഫ് ഇന്ത്യയും തൃശ്ശൂർ പിന്നെ വടക്കാഞ്ചേരി ട്രഷറിയിലും തിരുവനന്തപുരം ട്രഷറിയിലുമുള്ള AC മൊയ്തീൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഈ 98 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അദ്ദേഹത്തിന് കണക്ക് ഹാജരാക്കാൻ കഴിയാതിരുന്ന, EDക്ക് മുന്നിൽ കണക്ക് ഹാജരാക്കാൻ കഴിയാതിരുന്ന 40 ലക്ഷം രൂപയാണ് താൽക്കാലികമായി ED എന്ന് മരവിപ്പിച്ചത്. അതിനുശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സാധാരണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പിന്നെ നടപടിക്രമങ്ങൾ അഡ്ജുക്കേറ്റഡ് അതോറിറ്റിയുടെ മുന്നിലാണ് കൊടുക്കേണ്ടത്. അവിടെ കൊടുത്ത ഈ പറയുന്ന പിന്നെ ടെമ്പററി അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ താൽക്കാലികമായി മരവിപ്പിച്ചത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പിന്നെ അഡ്ജുക്കേറ്റഡ് അതോറിറ്റിയിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും AC മൊയ്തീൻ അതിനകത്ത് എതിർകക്ഷിയായി വരുന്ന ആൾക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തും. ആ വിചാരണയിൽ AC മൊയ്തീൻ പരാജയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 40 ലക്ഷം രൂപ കണ്ടുകെട്ടിയത്. അതിന്റെ കോടതി ആ അഡ്ജുക്കേറ്റഡ് അതോറിറ്റിയുടെ ഉത്തരവ് ഞാൻ പത്രസമ്മേളനത്തിൽ ഹാജരാക്കിയതാണ്. പക്ഷെ അതിനെതിരെ പോയിട്ടുണ്ടല്ലോ ഇല്ലേ? ആ നിയമ നടപടി തുടരുന്നുണ്ടോ? എന്താണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നിയമ നടപടി? എന്താണ് ഇപ്പോൾ നടക്കുന്നത്? എന്ത് വ്യവഹാരമാണ് നടക്കുന്നത്? അല്ല, അത് അഡ്ജുക്കേറ്റഡ് അതോറിറ്റിയുടെ പിന്നെ കണ്ടുകെട്ടിയ തുക പിന്നെ അത് പിന്നെ മറികടക്കാൻ കഴിയുന്നത് പിന്നെ ട്രിബ്യൂണലിലാണ്. സ്വാഭാവികമായും AC മൊയ്തീൻ പോയിട്ടുണ്ടാവും. അത് അതിൻ്റെ വിധി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കടന്നാൽ പിന്നെ ഹൈക്കോടതിയിലാണ്. അങ്ങനെ ഈ കരുവന്നൂർ കേസിൽ തന്നെ നിരവധിയായ ആളുകൾ ഈ അഡ്ജുക്കേറ്റഡ് അതോറിറ്റിയും അതുപോലെ തന്നെ ട്രിബ്യൂണലും കടന്ന് അത് സ്ഥിരപ്പെടുത്തിയത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത കേസിനകത്ത് AC മൊയ്തീനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളും ചെയ്ത നടപടി കോടതി തന്നെ ശരിവെച്ച ജഡ്ജ്മെൻറ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചർച്ച ചെയ്യാതെ പോയതാണ്. അപ്പോൾ AC മൊയ്തീൻ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ടതാണ്. 40 ലക്ഷം രൂപ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കയ്യിൽ നിന്നും കണക്കിൽപ്പെടാത്ത സ്വത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയിട്ടും ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിനെതിരായി ഒരു വിജിലൻസ് കേസ് പോലും ഈ സർക്കാർ എടുത്തില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി തോന്നുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് AC മൊയ്തീന്റെ സ്വത്തുക്കൾ മാത്രം കണ്ടുകെട്ടുകയും, സ്വത്തുക്കളല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം മാത്രം കണ്ടുകെട്ടുകയും അദ്ദേഹത്തിനെ പ്രതി ചേർക്കുകയും ചെയ്തില്ല എന്നാണല്ലോ താങ്കളുടെ ആരോപണം. അപ്പോൾ ഇവിടെ ഈ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന്റെ പേരിലാണ് ഈ പറയുന്ന 3 സെന്റ് സ്ഥലം ഇല്ലേ, ഈ കണ്ടുകെട്ടാൻ പോകുന്നവയിൽ ഉൾപ്പെടുന്ന 3 സെന്റ് സ്ഥലം, അതിന് 13 ലക്ഷം രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെ? അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടും വർഗീസ് പ്രതിയാകുന്നില്ല എന്ന ആരോപണവും താങ്കൾക്കുണ്ടോ? അതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്?
അല്ല 3 സെന്റിൽ കൂടുതലുണ്ട്. മാത്രമല്ല അത് 13 സെന്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് വില കുറച്ച് കാട്ടിയിട്ടാണ്. പുറത്തുശ്ശേരി എന്ന് പറയുന്ന CPMന്റെ ലോക്കൽ കമ്മിറ്റി ഇരിക്കുന്ന സ്ഥലം CPM അത് 13 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാനത് 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്. കാരണം ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഈ ഇന്നസെന്റിന്റെ നാട്ടിൽ 13 ലക്ഷം രൂപയ്ക്ക് 5 സെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അത് തന്നെ പിന്നെ ആധാരത്തിൽ വില കുറച്ച് കാട്ടിയിട്ടാണ് അറിയിച്ചത്. അത് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ വിഷയം ഇതിനകത്ത് MM വർഗീസ് മാത്രമല്ല പ്രതിയാകേണ്ടത്. CPMന്റെ തൃശ്ശൂർ ജില്ലയിൽ EP ജയരാജൻ കഴിഞ്ഞ് പിന്നീട് വന്ന ബേബി ജോൺ മാഷിക്ക് ശേഷം ശ്രീ AC മൊയ്തീൻ്റെ കാലഘട്ടം തുടങ്ങിയാണ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃതമായ വായ്പയും അതിന്മേലുള്ള കമ്മീഷനുമൊക്കെ നടപ്പിലാക്കിയ കാലഘട്ടം അതാണ്. എന്ന് പറഞ്ഞാൽ 2016 മുതലുള്ള കാലഘട്ടം. 2016 AC മൊയ്തീൻ ചാർജ് ഒഴിഞ്ഞ് K രാധാകൃഷ്ണനിലേക്ക് പോകുന്നു. പിന്നീട് അവസാനത്തെ കാലഘട്ടത്തിലാണ് ഈ MM വർഗീസിൻ്റെ കാലഘട്ടത്തിലൊന്നും കരുവന്നൂർ ബാങ്കിനകത്ത് സ്കാം ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് പൈസ എടുക്കാനോ കഴിയുന്ന രീതിയിലല്ല, മെലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കരുവന്നൂർ ബാങ്ക്. ആത്മഹത്യയുടെ വക്കിലേക്ക് പോയ കാലഘട്ടമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ മുഴുവൻ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന K രാധാകൃഷ്ണൻ, ഞാൻ ആധികാരികമായി പറയുന്നു, K രാധാകൃഷ്ണൻ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലും കരുവന്നൂർ കേസിനകത്ത് കൊണ്ടുവന്ന പണം അത് ഉപയോഗിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തെളിവാണ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി 2 കോടി രൂപ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ തുക ബാങ്കിൽ നിന്നും പണമായി വാങ്ങാൻ കഴിയില്ല എന്നിരിക്കുന്ന സാഹചര്യത്തിൽ 2 കോടി രൂപ ആ ബാങ്കിലെ മാനേജറെ ഭീഷണിപ്പെടുത്തിയെടുത്തത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത് ഫ്രീസ് ചെയ്തു, അവരുടെ കൈവശത്തിലാണ്, കണ്ടുകെട്ടിയ സാഹചര്യമാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഇതിനകത്ത് ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ ആ EMS നമ്പൂതിരിപ്പാട് എണീറ്റ് വന്ന് പറഞ്ഞാൽ പോലും CPM തെരഞ്ഞെടുപ്പുകളിൽ കരുവന്നൂരിലെയും കുട്ടനല്ലൂരിലെയും ബാങ്കിൽ നിന്നും അനധികൃതമായി വായ്പ കൊടുത്തതിൽ കിട്ടിയ കമ്മീഷൻ സ്വരൂപിച്ച് വെച്ച പണമാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ ഇന്ന് ക്രൈംബ്രാഞ്ച് എന്നെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അവിടെ നിക്ഷേപകരുടെ കണ്ണീർ വീണ ബാങ്കാണ്. ആ തട്ടിപ്പ് നടത്തിയത് CPM നേരിട്ടാണ് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കണ്ണീരിന്റെ വിലയാണ് പാർട്ടി 3 തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചത്. ഇപ്പോൾ 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവാൻ ശ്രമിച്ചതും അവിടെ പണത്തിന് ഫ്രീസിംഗ് വന്നതും. ഇപ്പോൾ ആ പണം കണ്ടുകെട്ടുന്നു ED. അത്ര മാത്രമേ ഉള്ളൂ. AC മൊയ്തീന് ആ നിയമ നടപടിയിൽ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്തിമ വിധി ചിലപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി വന്നേക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 40 ലക്ഷത്തോളം രൂപയാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതൊന്നും ഈ സാധാരണക്കാരുടെ പാർട്ടിയായ, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയായ CPMന് ഭൂഷണമല്ല. ഈ വരുന്ന ഓരോ കാര്യങ്ങളും CPMനെതിരായ കാര്യങ്ങൾ തന്നെയാണ്. മഞ്ജുഷേ, കരുവന്നൂർ ബാങ്കിൽ സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയും CPMഉം ഇടതുമുന്നണിയും ഒക്കെ തന്നെ സമ്മതിക്കുന്നതാണ്. സ്വാഭാവികമായി CPIM അക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, CPM നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുക ഏറ്റവും ഹിതകരമല്ലാത്ത ഒരു കർത്തവ്യമായി മാറുകയാണ്. സ്വാഭാവികമായും CPM എങ്ങനെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. CPIMന്റെ തൃശ്ശൂരിലെ അക്കൗണ്ടുകൾ ഇങ്ങനെ മരവിപ്പിക്കുകയും CPIMന്റെ സെക്രട്ടറിയുടെ പേരിൽ വാങ്ങിക്കൂട്ടുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളോ ഏരിയ കമ്മിറ്റി ഓഫീസുകളോ അതാത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. അത് കേരളത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന 5 സെന്റ് ഭൂമിയാണ് ഇപ്പോ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് നടന്നു എന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കൾ എന്ന അർത്ഥത്തിൽ അതിനെ കണക്കാക്കാൻ കഴിയില്ല. CPIMന്റെ കമ്മിറ്റികളുടെ ഘടകങ്ങളുടേതായിട്ടുള്ള അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിൽ നിന്ന് ലഭിച്ച പണമാണെന്ന അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക? സോഴ്സ് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല കമ്മീഷൻ വാങ്ങിച്ചതിന് തെളിവുമുണ്ട്. സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള പണം, സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ബക്കറ്റ് പിരിവ് മുതൽ മറ്റ് ഫണ്ടുകൾ പിരിച്ചും ഒക്കെ എടുത്തിട്ടുള്ള പണത്തിൽ നിന്നാണ് പാർട്ടി ഓഫീസുകളൊക്കെ കെട്ടിപ്പടുത്തുന്നത്. പാർട്ടി അംഗങ്ങൾ നൽകിയിട്ടുള്ള പണം. അത് സോഴ്സ് എന്ന് പറയുന്നത് മണി ലോണ്ടർ ചോദിക്കേണ്ട ഏജൻസി അല്ലല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പണത്തിന്റെ സോഴ്സ് ചോദിക്കുന്ന ഏജൻസിയല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പണി വേറെയാണ്.
അവർ കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്ര സർക്കാരിന്റെ പിണിയാളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൃശ്ശൂരിൽ പാർട്ടിക്ക് ആവശ്യമായ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ചിലവുകൾക്ക് വേണ്ടി പണമെടുക്കുന്നതിന് കഴിയാതെ വരുന്ന സാഹചര്യം സൃഷ്ടിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൃത്യമായ ഇടപെടൽ. കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നല്ലോ. കോൺഗ്രസ് അപ്പോ ആ ഘട്ടത്തിൽ എന്താ പറഞ്ഞ? ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ ഞങ്ങളും ചേർന്നാണല്ലോ. CPM-ന്റെ തൃശ്ശൂരിലെ അക്കൗണ്ട് മരവിപ്പിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കൃത്യമായിട്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലാണ് ഇപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത്. പാർട്ടി ഓഫീസുകൾ കണ്ടുകെട്ടുക എന്ന് പറയുന്നത്, പാർട്ടി ഓഫീസുകൾ അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് കേട്ടുകേൾവിയുള്ള കാര്യമാണ്. ഈ കരുവന്നൂർ ബാങ്കിന്റെ കാലഘട്ടത്തിൽ അല്ലല്ലോ CPM അവിടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ വിവാദം വരുന്ന ഘട്ടത്തിലല്ലോ CPM ആ പണം ഉപയോഗിച്ചാണ് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാങ്ങി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഏതും. ശരി, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക അനിൽ അക്കരയ്ക്കാണ്. അനിൽ, ഈ പുറത്തുശ്ശേരി എന്ന സ്ഥലത്തെ അവിടെയാണല്ലോ ഈ പാർട്ടി ഓഫീസ് ഉള്ളത്. ശ്രീജിത്ത്, താങ്കളിലേക്ക് വരാമേ. അനിലിനോട് അതിന്റെ ഒരു വിശദീകരണം കേട്ട ശേഷം, അത് ഹസ്കർ പറയുന്ന പോലെയാണോ കാര്യങ്ങൾ? അല്ല, അസ്കർ പിന്നെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഏറെ രസകരമായ കാര്യം, CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ED ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് പറയുന്നത്. ഞാനതിനെ EDക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നതല്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അസ്കർ രാഷ്ട്രീയ പ്രവർത്തനയിലും ഒരു രാഷ്ട്രീയ അനുഭാവി കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് നിൽക്കുമ്പോൾ 2 കോടി രൂപ ക്യാഷായി എങ്ങനെയാണ് പിൻവലിക്കാൻ കഴിയുക? അസ്കർ ഒന്ന് മറുപടി പറഞ്ഞേ. കോഡ് ഓഫ് കോണ്ടാക്ട്സ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ബാങ്കിനും പണമായി നൽകാനാവില്ല. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ല, അല്ലാതെയും കഴിയില്ല. അപ്പൊ പിന്നെ 2 കോടി രൂപ ഏത് ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ക്യാഷായിട്ട് പിൻവലിക്കാൻ കഴിയുക? അറ്റ് എ ടൈം ഒരു ദിവസം 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു തരത്തിലും ഒരു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാനാവില്ല. വളരെ അസ്കറിന് പോലും കറക്റ്റ്, അസ്കർ സമ്മതിച്ചല്ലോ ആ വിഷയം. പക്ഷെ ഇവിടെ നടന്നതും ഞങ്ങൾ നേരിൽ കണ്ടതുമായ ഒരു വിഷയമാണ്. 2 കോടി രൂപ CPM ജില്ലാ ഓഫീസ് സെക്രട്ടറി വന്ന് ബാങ്കിൽ ഭീഷണിപ്പെടുത്തി ആ പണം വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ത്യൻ ബാങ്ക് ഓഫ് ഇന്ത്യ ജില്ലാ കളക്ടറെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും വിവരം അറിയിക്കുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ആ പണം പിന്നെ ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ആ പണം അവർക്ക് കൈമാറിക്കൊണ്ട് പോയത് കേരള സമൂഹം മുഴുവൻ കണ്ടതാണ്, കേട്ടതാണ്. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി സമ്മതിച്ചതാണ്. അതാണോ നിങ്ങളിപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്? അപ്പോൾ മറ്റൊരു കാര്യം, ഈ പുറത്തുശ്ശേരിയിലെ പാർട്ടി ഓഫീസ് ഉണ്ടല്ലോ, അത് കരുവന്നൂർ ബാങ്കിൽ തട്ടിച്ചെടുത്ത പണമാണെന്നുള്ളത് എങ്ങനെ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത് അസ്കർ ചോദിക്കുന്നത്. അനിൽ, അല്ല, CPM പറയട്ടെ, പുറത്തുശ്ശേരിയിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലം എന്നാണ് വാങ്ങിയത് ഒന്ന് പറയട്ടെ. ഏത് കാലഘട്ടത്തിലാണ് വാങ്ങിയത്? ബക്കറ്റ് പിരിവിലൂടെയാണെന്നാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെയാണല്ലോ പറയുന്നത്. അല്ല, ബക്കറ്റ് പിരിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമുള്ള കാര്യമില്ല. ഒരു ബക്കറ്റ് കുലുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പണമൊക്കെ കിട്ടും, അതിലൊന്നും എനിക്ക് അതിനെ പറ്റി ആവശ്യമില്ല. ഈ സ്ഥലം എന്നാണ് വാങ്ങിയത്, എന്നാണ് രജിസ്റ്റർ ചെയ്തത് ഒന്ന് പറയട്ടെ. അല്ല, അനിലക്കരയ്ക്ക് അറിയാമെങ്കിൽ അത് തന്നെ പറയുന്നേ. നിങ്ങൾ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ CPM-നെ നിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കാതെ അറിയാമെങ്കിൽ പറയൂ. CPM-ന്റെ കയ്യിലിരിക്കുന്ന ആധാരം നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ലല്ലോ. നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, നിങ്ങളാണ് തെളിവ് പറയേണ്ടത്. പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ 5 സെന്റ് സ്ഥലം CPM വാങ്ങിയത് എന്നാണ് നിങ്ങൾ പറയൂ. ഞാനാണ് പറയേണ്ടത്, എന്റെ കാര്യം, എന്റെ പ്രോപ്പർട്ടി അല്ല. നിങ്ങൾ പറയൂ. CPM ആ പാർട്ടി ഓഫീസ് വാങ്ങിയത് സാധാരണഗതിയിൽ എല്ലായിടത്തും പാർട്ടിയുടെ ഓഫീസുകൾ നിർമ്മിക്കുമ്പോൾ സ്ഥലം വാങ്ങിക്കഴിഞ്ഞും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും അതിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ഡേറ്റ് പറഞ്ഞാൽ മതി. എന്നാണ് ആ ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെ ഡേറ്റ് പറ. എന്തായാലും കരുവന്നൂർ ബാങ്കിന്റെ വിവാദമോ അല്ലെങ്കിൽ അതിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ കാലഘട്ടത്തിൽ അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു. അസ്കർ ഒരു കാര്യം മനസ്സിലാക്കണം. കരുവന്നൂർ ബാങ്കിലെ ആദ്യത്തെ ആത്മഹത്യ തുടങ്ങുന്ന സമയം മുതൽ 2021 അവസാനത്തെ ആത്മഹത്യ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 20 വർഷമാണ്. 20 വർഷം തുടർച്ചയായി ആ ബാങ്കിനകത്ത് പിന്നെ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ നടന്നിരുന്നു. ആദ്യത്തെ മരണം ട്രാൻസ്ഫോമറിന്റെ അവിടെ കത്തി ഒരാൾ മരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലല്ലോ.
വലിയ കാലയളവാണ്. നിങ്ങൾ ഒരു ഇതൊന്നും ഇത് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു, നമ്മളിന്ന് തർക്കിച്ചുകൊണ്ട് ആധാരത്തിന് ഡേറ്റ് മാറ്റാൻ കഴിയൂ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നതാണ്. ശരി, ഞാൻ രണ്ടുപേരിലേക്കും വരാം. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ED വീണ്ടും അവതരിക്കുകയാണ്. EDയുടെ അന്വേഷണം നിലച്ചിട്ടില്ലായിരുന്നു, പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ലോ ഡൗൺ ആയിരുന്നു. ഇനി ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. ആ സമയത്ത് ED വീണ്ടും ആയുധവുമായി വരികയാണോ എന്നുള്ള സംശയം പോലും ഉയരുകയാണ്. ഇവിടെ അനിലക്കര ഉന്നയിച്ച ഒരു കാര്യം, അതൊരു രാഷ്ട്രീയം കൂടിയാണ്, അത് തൃശ്ശൂരിൽ ഫലിച്ച ഒരു രാഷ്ട്രീയം കൂടിയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിന്റെ ഒരു ഭാഗമായാണ് അനിലക്കര അത് പറഞ്ഞത്. ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം വീണ്ടും നടത്തുകയാണോ ED എന്ന് ഈ വരുന്ന അതും തൃശ്ശൂരിൽ തന്നെയാണല്ലോ ചേലക്കര നടക്കാൻ പോകുന്നത്. ആ രീതിയിലൊക്കെ സംശയിക്കേണ്ടി വരുമോ ഇപ്പോൾ EDയുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ? അല്ല, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് മഞ്ജുഷ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അന്വേഷണ ഏജൻസി, അതും കേന്ദ്രം കൺട്രോൾ ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസി ആരെ ഏത് രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്താലാണ് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗുണമുണ്ടാവുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്കലി ഒരു ഗെയിൻ കിട്ടുന്നതിന് വേണ്ടി അവർ ഇവിടെയുള്ള CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കരുവന്നൂർ എന്നൊരു വിഷയം ഉപയോഗിച്ചത് എങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് BJPക്ക് കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ കിട്ടിയെങ്കിൽ പിന്നെ CPMനെ വെറുതെ വിടാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡീൽ എവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് പ്രത്യക്ഷമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും വെച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല, അല്ലെങ്കിൽ ആ ഊഹത്തിനെ സാധൂകരിക്കാൻ കഴിയില്ല. കാരണം അവിടെ ജയിച്ചിരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയാണ്. കരുവന്നൂർ എന്ന് പറഞ്ഞത് ആ സ്ഥാനാർത്ഥി അടക്കം ഉയർത്തിയ ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യുകയും ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ അവിടെ നടന്നിട്ടുമുണ്ട് എങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസി ആ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യം എന്ന് പറയാവുന്ന രീതിയിൽ സബ്ജക്ട് ടു കറക്ഷൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ നേരിട്ട് പ്രതിയാവുകയാണ്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു കടുത്ത നടപടി അവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലാക്ക് മെയിലിൻ്റെ അംശമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തന്നെയുമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിച്ചാലും മറ്റേത് നിലയ്ക്ക് ഇതിനെ ഉപയോഗിച്ചാലും അതിലൊന്നും തന്നെ പ്രശ്നമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കള്ളപ്പണക്കാരൻ്റെതല്ല, നേരെ മറിച്ച് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് റിട്ടയർമെന്റ് പോലെയുള്ള സമയത്ത് ഒരു ലംസം എമൗണ്ട് കിട്ടുന്നു. ആ എമൗണ്ട് ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയോ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയോ മക്കളുടെ ഭാവി പഠനം തുടങ്ങിയ വിവാഹം തുടങ്ങിയ പല കാര്യങ്ങളും സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ്. അവർക്ക് മറ്റുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, നേരെ മറിച്ച് ഒരുപക്ഷെ അല്പം ഉയർന്ന പലിശ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ CPMലുള്ള അവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടുള്ള ബന്ധം എന്ന നിലയ്ക്കോ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ പൊതുവെ ഉണ്ടായിരിക്കുന്ന സ്വീകാര്യതയോ വിശ്വാസ്യതയുടെയോ പേരിൽ അവർ കൊണ്ടുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിയിരിക്കുന്ന ആ നിക്ഷേപിക്കപ്പെട്ട തുക, അതിനൊരു അക്കൗണ്ടബിലിറ്റി അവിടെയുള്ള ഭാരവാഹികൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതവിടെ ഉണ്ടായിട്ടില്ല. അവിടെ നഷ്ടം പറ്റിയിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ്. നിരവധി ആൾക്കാർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ഈ പണം അവിടെ നിക്ഷേപിച്ചത് അതിൻ്റെ ഗുണം കിട്ടേണ്ടുന്ന സമയത്ത് ആ പണം അവർക്ക് ഉപകാരപ്പെട്ടില്ല. നിരവധി ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇനി ഒരു മെന്റൽ ട്രോമ അനുഭവിച്ച് കഴിയുന്ന ആൾക്കാരുടെ എണ്ണം എത്രത്തോളമാണ് അത് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ പോലും കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിച്ചാലും മറ്റേത് നിലയ്ക്ക് ഉപയോഗിച്ചാലും ഈ സാധുക്കളായിട്ടുള്ള ആൾക്കാരുടെ കണ്ണീരിന്, അവരുടെ ചോരയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു കണക്കുണ്ടാകണം. ആ കണക്കിന്റെ കാര്യം പറയുന്ന സമയത്ത് ഈ വിവാദങ്ങളെല്ലാം തന്നെ എല്ലായ്പ്പോഴും ചൂണ്ടുവിരൽ ചൂണ്ടിയത് ആർക്ക് നേരെയാണ്? CPMന് നേരെയാണ്. CPMന്റെ പല പല നേതാക്കന്മാർ ഇവിടെ വന്നു. നമ്മളിവിടെ അരവിന്ദാക്ഷൻ, കണ്ണൻ തുടങ്ങിയ പല ആൾക്കാരുടെയും പേരുകൾ കേട്ടു. അതിനുശേഷം ശ്രീ മൊയ്തീന്റെ പേര് കേട്ടു. ഇപ്പോൾ ശ്രീ വർഗീസിന്റെ പേര് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് നടന്നിരുന്ന ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ബാങ്ക് കൊള്ള എന്നൊക്കെ പറയുന്നത് സാധാരണ രാത്രിയിൽ വന്നിട്ട് ചെയ്യുന്നതാണ്. ഇത് പട്ടാപ്പകൽ ചെയ്യുന്ന, അതും വർഷങ്ങളോളം നീണ്ടു ചെയ്യുന്ന, വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ വന്നിരുന്ന സമയത്ത് ആ വ്യക്തികളെ ന്യായീകരിക്കാനായിട്ട് CPM ഒരു വേള ശ്രമിച്ചു. പിന്നീട് അത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് പല ആൾക്കാരിൽ നിന്ന് ഇവർ കൈയെടുത്തതിന് ശേഷം മൗനം അവലംബിച്ചു. പിന്നീട് മറ്റു ആൾക്കാരിലേക്ക് പോകുന്ന സമയത്ത് പാർട്ടിക്ക് അവർ എത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് എന്നതിൻ്റെ പേരിൽ അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, വിരല് ചൂണ്ടിയിരുന്നത് CPMന് നേരെയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു വിരല് ചൂണ്ടിയിരിക്കുന്നത് സത്യമായി വരുന്നുവെന്നാണ്. അതിനൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു എൻഡോഴ്സ്മെന്റ് കിട്ടുന്നു എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് CPM തന്നെ ഇതിൻ്റെ ഒരു പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. കാരണം CPMന്റെ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ലാത്ത, അതിലെങ്ങനെയാണ് പണം വന്നിരിക്കുന്നത്, അതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് പറയാൻ കഴിയാത്ത 6 ഡസനിലധികം ബാങ്ക് അക്കൗണ്ടുകൾ, ആ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം
അത് ലക്ഷക്കണക്കിന് പണം അതിൽ വരുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ ശ്രീ ഹസ്കർ പറഞ്ഞിരിക്കുന്ന വാദം ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. CPM-ന്റെ വസ്തുവകകളെല്ലാം തന്നെ അവരുടെ ജില്ലാ സെക്രട്ടറിയുടെയും മറ്റും പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത്. സോഴ്സ് എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചോദിക്കാൻ കഴിയുന്നത് എന്ന് ഹസ്കർ പറയുന്നുണ്ടായിരുന്നു. അല്ല, മണി ലോണ്ടറിങ് അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നതിൽ ഒരു അപാകതയുണ്ട്. അദ്ദേഹം പറഞ്ഞത് മണി ലോണ്ടറിങ് എങ്ങനെയാണ് ED അന്വേഷിക്കുന്നത് എന്നാണ്. മണി ലോണ്ടറിങ് ED ആണ് അന്വേഷിക്കുന്നത്. അങ്ങനെയല്ല, മണി ലോണ്ടറിങ് അന്വേഷിക്കുന്ന EDക്ക് എങ്ങനെയാണ് സോഴ്സ് ഓഫ് ഇൻകത്തെ കുറിച്ച് ചോദിക്കാൻ കഴിയുക? അല്ല, എന്തുകൊണ്ടാണ് മണി ലോണ്ടറിങ് ഉണ്ടാവുക? മണി ലോണ്ടറിങ് എന്താണ് മണി ലോണ്ടറിങ്? കണക്കിൽപ്പെടാത്ത പണമാണല്ലോ. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ സമ്പാദിക്കുന്ന പണമാണ്, എങ്ങനെ ക്രയവിക്രയം നടത്തിയതിന് ശേഷമാണ് അതിനെ സാധൂകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. നമ്മളിവിടെ നോക്കുന്നത് ഏതൊരു കേസിൽ നോക്കിക്കഴിഞ്ഞാലും മണി ലോണ്ടറിങ്ങും സീക്വൻഷ്യലായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടല്ലോ, ഒരാൾ മറ്റൊരാളിന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അയാൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ രീതിയിലത്തേക്ക് ഇതിനെ എവിടെയെങ്കിലും വെച്ച് ലെജിറ്റിമൈസ് ചെയ്തതിന് ശേഷവും നിരവധി ബാക്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് പോലും പോകുന്ന സമയത്ത് ED എവിടെ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് എവിടെയാണ് എന്നത് കണ്ടുപിടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും CPM-നെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ CPM ജില്ലാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു ശ്രീ വർഗീസിന്റെ സ്വത്തല്ല, പാർട്ടിയുടെ സ്വത്താണ്. ശരി, പാർട്ടിയുടേതാണ് അക്കൗണ്ടും, അല്ലാതെ ഒരു വ്യക്തിയുടേതല്ല. പാർട്ടിയുടെ അക്കൗണ്ടും പാർട്ടിയുടെ സ്വത്തും പോലും അറ്റാച്ച് ചെയ്യുന്ന രീതിയിലത്തേക്ക്, കണ്ടുകെട്ടുന്ന രീതിയിലത്തേക്ക് ഒന്നിലധികം നേതാക്കന്മാർ വെട്ടിലാവുന്നു, ഒന്നിലധികം അക്കൗണ്ടുകൾ അവിടെ വരുന്നു, അതേപോലെ പലയിടത്തുള്ള സ്ഥലം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാടിൽ CPM-ന്റെ തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണത്തിന് ഒരു വലിയ അളവ് വരെ ഒരു സാധുത, ഒരു ബാക്കിംഗ് കിട്ടുകയാണ്. എന്ന് വെച്ചാൽ അത് ഒരു ജില്ലാ ഘടകത്തിൽ നിന്ന് മാത്രം നിൽക്കേണ്ടതാണോ? സമാനമായിട്ടുള്ള തട്ടിപ്പുകൾ മറ്റു പല ജില്ലകളിൽ നടന്നിട്ടുണ്ട് എങ്കിൽ അത് മുകളിലേക്ക് കൂടി പോകേണ്ടതാണ് ആ അന്വേഷണം. അത് അവിടെ നീളേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രഹസ്യ അക്കൗണ്ടുകൾ എന്തിനാണ് ഈ പറയുന്നത് പോലെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു പാർട്ടി, ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ദേശീയ കക്ഷി എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അതിലുള്ള പണത്തിന്റെ സോഴ്സ് എന്താണ് എന്നതിനെപ്പറ്റി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്തത്? ഡിക്ലെയർ ചെയ്യേണ്ടുന്ന സമയത്ത് എന്തുകൊണ്ടത് ഡിക്ലെയർ ചെയ്യുന്നില്ല? ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങളാണോ ചോദിക്കേണ്ടത് എന്ന് പറയുന്നതിന് പകരം ഇവിടെയുള്ള ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ചോദിക്കുന്ന സമയത്ത് കൊടുക്കാനായിട്ട് അതിന്റെ കണക്കില്ലാതിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് വരുന്ന സമയത്ത് പകരം പറയുന്നത് എന്താണ്? ഈ നേതാക്കന്മാർ പറയുന്നത് നോക്കൂ, പാർട്ടിയെ വേട്ടയാടുന്നു. എല്ലാ ആൾക്കാരും ടോപ്പ് ടു ബോട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. ഇവിടെ പാർട്ടിയല്ല വേട്ടയാടപ്പെട്ടത്, സാധാരണ ജനങ്ങളാണ്. അവരെ വേട്ടയാടിയത് പാർട്ടിയാണോ എന്നുള്ളതാണ് ചോദ്യം. അവരെ വേട്ടയാടിയത് ചില ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ബാങ്കിന്റെ ചില ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ന്യായത്തിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ വേട്ടയാടിയത് പാർട്ടിയാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരല്പം സാധുത കിട്ടുന്നതാണ് ഈ രീതിയിലുള്ള നടപടി. അത് മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇത്രയും പണം ആളുകൾക്ക് നഷ്ടമാവുകയും അവർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം പോലും അടയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലും ഈ അന്വേഷണങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ആരും ഇതിൽ കുറ്റക്കാരായിട്ട് വരുന്നില്ല. ഏതാനും പേരെ പിടിച്ച് അകത്തിട്ടു എന്നല്ലാതെ, പിന്നെ ആ പ്രതികളുടെ കുറേയേറെ പണം അറ്റാച്ച് ചെയ്തു എന്നല്ലാതെ ഈ പണം തിരികെ കൊടുക്കുവാനുള്ള മാർഗങ്ങൾ ആയിട്ടില്ല. അതുപോലെ തന്നെ ഈ വിജിലൻസ് അന്വേഷണത്തിലോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലോ ഒന്നും അത്രമാത്രം വിശ്വാസം പുലർത്തേണ്ട കാര്യമില്ലല്ലോ. ശ്രീ അനിൽ അക്കര, ഏത് അന്വേഷണ ഏജൻസിയെ ഇപ്പോൾ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിക്കാം? അവസാനം നിക്ഷേപകരുടെ പണം തിരികെ കിട്ടണമെങ്കിൽ, വേണമെങ്കിൽ ഇവരിൽ നിന്ന് അറ്റാച്ച് ചെയ്യപ്പെട്ട പണം നിക്ഷേപകർക്ക് നൽകാമല്ലോ. അവസാനം കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ കൂടി ഉണ്ടല്ലോ ഭേദഗതി നിയമത്തിൽ PMLA-യുടെ. അപ്പോൾ അതിനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് കരുതാനാവുമോ ഇപ്പോഴത്തെ അന്വേഷണം നോക്കുമ്പോൾ? അല്ല, ഞാൻ ഈ ED-യുടെ അന്വേഷണത്തെ ഞാൻ ഒരു ഘട്ടത്തിലും കുറ്റപ്പെടുത്തിയ ആളല്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുമല്ല. പക്ഷെ ഇതിനകത്ത് ഉണ്ടാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, 2023 ആഗസ്റ്റ് മാസത്തിൽ അതിരാവിലെയാണ് AC മൊയ്തീൻ്റെ വീട്ടിൽ ആദ്യത്തെ റെയ്ഡ് നടക്കുന്നത്. 40 ലക്ഷം രൂപ കണ്ടുകെട്ടിയിട്ടും AC മൊയ്തീൻ പ്രതിസ്ഥാനത്തായിട്ടില്ല. ഇവിടെ രണ്ടാമത്തെ ഞാൻ ഇന്ന് ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം, ഈ പറയുന്ന കരുവന്നൂരിലെ സ്കാം ഉണ്ടായ അല്ലെങ്കിൽ കൂടുതൽ പണം നഷ്ടപ്പെട്ട കാലം എന്ന് പറയുന്നത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടമാണ്. ആ 21 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് K രാധാകൃഷ്ണനാണ്. മാറി മാറി AC മൊയ്തീനെയും ബിജുവിനെയും MK കണ്ണനെയും MM വർഗീസിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് K രാധാകൃഷ്ണനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല? SK ജുവലറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇതിനകത്തൊരു വലിയ വിഷയം ഉണ്ടായിരുന്നു. SK ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നിരുന്നു. ആ റെയ്ഡിൽ ഒരുപാട് രേഖകൾ കണ്ടുകെട്ടിയിരുന്നു. ആ രേഖകൾക്കകത്ത് കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് SK ജ്വല്ലറിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കടന്നുപോയില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണനിലേക്കും അന്വേഷണം കടന്നുപോയില്ല. ഞാൻ ഇന്ന് ആധികാരികമായി ആ കാര്യം പറഞ്ഞത് ഇന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി പ്രതിസ്ഥാനത്തേക്ക് വന്നു എന്നുള്ളപ്പോൾ അതുകൊണ്ട് രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്ന് പറയാനുണ്ടായ കാരണം അതാണ്. പക്ഷെ അതിൽ ഇതിലെല്ലാം ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു അന്തർധാരയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ തൃശ്ശൂരോടുകൂടി അത് അവസാനിച്ചുവല്ലോ. പിന്നെ അവിടെ എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്? ഇപ്പോൾ അതിനുശേഷവും ED ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ തൃശ്ശൂരിൽ പോലും അങ്ങനെ ഒരു അന്തർധാര ഇല്ലായിരുന്നു എന്നല്ലേ കണക്കാക്കേണ്ടിയിരുന്നത് എന്നാണ് ശ്രീജിത്ത് ചോദിച്ചത്. ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അതും ശരിയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് മന്ദീഭവിച്ചിട്ടുണ്ടാകാം, അത് EDയുടെ ആ സമയത്തുള്ള നടപടിക്രമങ്ങൾ. പക്ഷേ അത് ഈ വീണ്ടും ഇതിൽ രാഷ്ട്രീയം ആരോപിച്ചാൽ അങ്ങനെയാണെങ്കിൽ EDയുടെ അന്വേഷണം ഇപ്പോൾ നടക്കരുതായിരുന്നു, ഈ പാർട്ടി പ്രതി ആകരുതായിരുന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDയും കേന്ദ്രം ഭരിക്കുന്ന BJPയും അല്ലെങ്കിൽ അതിന് ഇപ്പോൾ എതിർകക്ഷിയായ പ്രതിയെ നിൽക്കുന്ന CPMഉം 3 കൂട്ടരും വിചാരിച്ചാൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയുമോ? ഞാൻ ഈ അന്വേഷണം തുടക്കം മുതലുള്ള ആളാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയാണ് പാളുന്നത് അന്ന് കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ ഉന്നതമായ നീതിപീഠത്തേക്ക് സമീപിക്കാൻ കൃത്യമായി എല്ലാ ഡോക്യുമെൻറ്റുകളും ശേഖരിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ അന്വേഷണത്തെ അങ്ങനെ അവസാനിപ്പിക്കാൻ ആർക്കും കഴിയില്ല. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൽ അന്തർധാരയുണ്ടായിരുന്നു എന്നുള്ള വിഷയമൊക്കെ CPIയുടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരേണ്ട MK കണ്ണനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ CPI നടത്തിയതേക്കുറിച്ച് നമ്മൾ കണ്ടു. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ CPMനെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമല്ലേ? ഇത് പിന്നെ MM വർഗീസ് എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയെ തുടർച്ചയായി 5 ദിവസം ചോദ്യം ചെയ്തിട്ട് അന്ന് CPMന്റെ ജില്ലാ കമ്മിറ്റിയെ പ്രതിയാക്കാതെ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പ്രതിയാക്കുകയാണ്. അന്ന് ആ CPM ജില്ലാ സെക്രട്ടറി എങ്ങനെയാണ് ED ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ കയ്യിൽ പറയാനുള്ള തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാനത് പുറത്തു പറയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ പറയേണ്ട സാഹചര്യം ഇപ്പോഴല്ല എന്നുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാതിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താണ്? എൻ്റെ ചോദ്യം ഇത്രയാണ്. ശ്രീജിത്ത് പണിക്കരോട്, ഞാൻ ശ്രീജിത്ത് പണിക്കരുടെ ആർഗ്യുമെൻറ്റിനെ വില കുറച്ച് കാണുന്ന ഒരാളല്ല, അഷ്കറിൻ്റെ ആർഗ്യുമെൻറ്റിനെയും വില കുറച്ച് കാണുന്ന ഒരാളല്ല. എൻ്റെ ചോദ്യം, 40 ലക്ഷം രൂപ കണ്ടുകെട്ടുകയും അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് AC മൊയ്തീനെ പ്രതിയാക്കുന്നില്ല എന്ന ചോദ്യം ചോദിച്ചാൽ ഞാൻ ഈ ബ്ലാക്ക് മെയിൽ ആരോപണം പിൻവലിക്കാം. ശരി, ശ്രീജിത്ത്, മൊയ്തീൻ്റെ കാര്യമാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്ത കാര്യമാണ്. അവസാനം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ 40 ലക്ഷത്തിൻ്റെ കണ്ടുകെട്ടൽ. പക്ഷേ മൊയ്തീൻ പ്രതിയാകുന്നില്ല. അപ്പോൾ അതിൽ സംശയിക്കേണ്ടേ? മൊയ്തീൻ എന്തുകൊണ്ട് പ്രതിയാകുന്നില്ല എന്നുള്ളത് എൻ്റെയും ചോദ്യമാണ്. ആ കാര്യത്തിലൊന്നും തന്നെ ശ്രീ അനിൽ അക്കരയുടെ വാദവുമായിട്ട് യാതൊരു വിധത്തിലുള്ള വിയോജിപ്പും എനിക്കില്ല. ഞാൻ പറയുന്നത് AC മൊയ്തീൻ എന്ന് പറയുന്ന ഒരാളിനെ മാത്രം സംരക്ഷിച്ചാൽ തീരുന്നതാണോ ഈ കേസ്? അഥവാ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കോടതിയിൽ കൃത്യമായി ബോധിപ്പിക്കുന്ന സമയത്ത് കോടതി തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല ഇത്. അതായത് നിങ്ങൾ ഇന്നയാളിന്റെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അയാൾ എന്തുകൊണ്ടാണ് പ്രതിയാകാത്തത് എന്ന് കോടതിക്ക് തന്നെ ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിന് മറ്റെന്തെങ്കിലും രീതിയിലുള്ള റീസൺ ഉണ്ടോ, അല്ലെങ്കിൽ ആ നടപടിയുടെ ഭാഗമായിട്ട് അത്ര മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയമായിട്ടും അവിടെ ഉന്നയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ശ്രീ അനിലക്കര ഉന്നയിച്ചിരിക്കുന്ന ആ ചോദ്യത്തിനോടൊപ്പം തന്നെയാണ് ഞാൻ. കാരണം ഒരാളിൻ്റെ നിന്ന് പണം വാങ്ങുന്നു, ഈ പറഞ്ഞതുപോലെ അതോറിറ്റി അങ്ങനെ പണം 40 ലക്ഷം രൂപ അവിടുന്ന് എടുത്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ തരുന്നു. അത് വളരെ വ്യാപകമായിട്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തിലോ മറ്റോ ആണ് അത് നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിന്റെ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ, അതായത് ഇനി വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അറ്റാച്ച്മെന്റ് നടപടികൾ കണ്ടു, MM വർഗീസിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു, ഈ 2 ആൾക്കാരും ഒന്നിച്ച് പ്രതിയാകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണോ വേറൊരു ഘട്ടത്തിലാണോ അദ്ദേഹം പ്രതി ചേർക്കപ്പെടുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ചേർക്കപ്പെടേണ്ടത് തന്നെയാണ് അറ്റാച്ച്മെന്റ് കൺഫേം ചെയ്തതുകൊണ്ട് എന്ന് തന്നെയാണ് എന്റെ ആ ഒരു ഭാഗത്തിലുള്ള. ശരി, ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അന്ന് ഈ AC മൊയ്തീനെതിരെ എന്തോ മാധ്യമങ്ങൾ വലിയ വാർത്തകൾ കൊടുത്തു, എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ മൊയ്തീൻ്റെ ഇത്രയും വലിയ തുക കണ്ടുകെട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ മൊയ്തീന് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് ഒരു അന്വേഷണ ഏജൻസി സമർത്ഥിക്കുകയാണ് അവിടെ ചെയ്തത്. കേസെടുത്തിട്ടില്ല എന്നത് ശരി തന്നെ, അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇത് ഈ പാവങ്ങളുടെ പണമാണിത്, അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. മഞ്ജുഷേ,
അന്ന് AC മൊയ്തീനെതിരെ പറഞ്ഞു കേട്ടത് 28 ലക്ഷം രൂപയെന്നാ, പിന്നീട് ഇപ്പൊ അത് 40 ലക്ഷം രൂപയെന്നാ ഇപ്പൊ ആരോപിക്കപ്പെടുന്നു. അല്ല, എത്ര കോടി പറഞ്ഞതുകൊണ്ട്, എത്ര കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അത് മാധ്യമങ്ങൾ പെരുപ്പിച്ചു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. പക്ഷെ അത് മൊയ്തീന്റെ മാത്രമല്ല, അന്നത്തെ റെയ്ഡ് മുഴുവനായിട്ടില്ലേ, അങ്ങനെ എന്തോ ആയിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് മൊയ്തീന്റെ പേരിൽ മാത്രമാക്കി റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ്. അത് ചില മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തുകൊണ്ടാണ് ആ പ്രശ്നമുണ്ടായത്. പക്ഷെ ഇത് ED അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു, ED ഇത് ഇവിടെ അഡ്ജൂഡിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. അല്ല, നിയമപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ഈ ED സീസ് ചെയ്തിട്ടുള്ളത് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ കൺഫർമേഷൻ കൊടുക്കും. ആ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യും. ആ ചലഞ്ച് ചെയ്തതിന് ശേഷം അതിപ്പോ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അത് ED കണ്ടുകെട്ടി ED കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊന്നും വ്യാഖ്യാനിക്കേണ്ട. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടിയ പൈസയാണ് 28 ലക്ഷം രൂപ. ആ 28 ലക്ഷം രൂപയുടെ തുകയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നതാണ്, ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു വശം. രണ്ട്, അതിനൊരു എതിർപ്പുണ്ട്. അക്കരെ ഇക്കാര്യത്തിൽ പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പല സമയത്തും. പക്ഷെ അക്കരെ അത് പറഞ്ഞു പറ്റിക്കാൻ കഴിയുകയില്ല. കാരണം എന്റെ കയ്യിൽ ജഡ്ജ്മെന്റ് ഉണ്ട്. അല്ല, അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി പിന്നെ കണ്ടുകെട്ടിയ 40 ലക്ഷം രൂപയാണ്. ഞാൻ പറയുന്നത് 40 ലക്ഷം രൂപയാണ്. ശരി വെച്ചോട് 40 ലക്ഷം രൂപയാണ്. 98 ലക്ഷം രൂപയാണ് AC മൊയ്തീന്റെ ഭാര്യയുടെ കിട്ടിയ പിന്നെ പെൻഷൻ കിട്ടിയ സംഖ്യ, വടക്കാഞ്ചേരി ട്രഷറിയിൽ കിടക്കുന്ന സംഖ്യയാണ്. AC മൊയ്തീന്റെ ശമ്പളം ഉൾപ്പെടെയുള്ള കിടക്കുന്നത് തിരുവനന്തപുരം ട്രഷറിയിൽ കിടക്കുന്ന ഇത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉള്ള ഡെപ്പോസിറ്റുമായി സംഖ്യയാണ്. ഈ 40 ലക്ഷം രൂപയാണ്. ആ ജഡ്ജ്മെന്റ് ഉണ്ട്. വെറുതെ ആസ്കാർ അങ്ങനെ പറയല്ലേ? അല്ലല്ല, ജഡ്ജ്മെന്റ് അങ്ങനല്ല. അന്ന് നമ്മൾ കേട്ട കഥകൾ പിന്നെ നിങ്ങൾ ഇപ്പൊ മൊത്തം എല്ലാം കൂടെ 2-3 കോടിയായല്ലോ. അനിലക്കര ഇങ്ങനെ ചുമ്മാ വെറുതെ നുണകൾ പറയരുത്. നുണകൾ പറയുന്നത് ശരിയല്ല. എന്റെ ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, കൃത്യമായി പറഞ്ഞല്ലോ, 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം മഞ്ജുഷിന് കൊടുക്കുന്നേ. നിങ്ങളുടെ കയ്യിൽ ജഡ്ജ്മെന്റ് ഉണ്ടായ കാര്യം എത്ര തവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞു മഞ്ജുഷ? എന്റെ ഫേസ്ബുക്ക് നമ്മളെല്ലാം മറന്നു പോയത് കൊണ്ടാണ് ഞാനത് അക്കരയോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും എല്ലാം ഓർത്തിരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അക്കരെ അത് മറക്കില്ല. കാരണം അക്കരെ ഇതിന്റെ പുറകെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനല്ല. അനിലക്കരയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തൃശ്ശൂരിൽ ED നടത്തുന്നതെല്ലാം ശരി. പക്ഷെ അങ്ങയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെയോ സോണിയാഗാന്ധിക്കെതിരെയോ നടത്തുന്ന EDയുടെ വേട്ട ശരിയല്ല. CPM-നെ കേരളത്തിൽ പ്രതിയാക്കുമ്പോൾ വലിയ സന്തോഷം. ഡൽഹിയിൽ മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ ED പ്രതിയാക്കിയപ്പോ അതിൽ പ്രതിഷേധം. ഇതെന്ത് രാഷ്ട്രീയ നീതിയാ? ഇവിടെ ശ്രീ ഹസ്കർ AC മൊയ്തീനെ പോലെയുള്ള CPM-ന്റെ ഒരു സമുന്നത നേതാവ്, മുൻ മന്ത്രി, അദ്ദേഹം ഇങ്ങനെ ഒരു വെട്ടിപ്പ് നടത്തി എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും അന്ന് വെള്ള പൂശുവാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ്. മഞ്ജുഷ് കുറച്ചുകൂടെ കാലം കാത്തിരിക്കുന്നു. കാര്യം അതിന്റെ നിയമ നടപടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ നിയമ നടപടികൾക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. അന്ന് നമ്മൾ ഈ പറഞ്ഞ അനിലക്കര അടക്കമുള്ള ആളുകൾ തിരുത്തി പറയാനുള്ള ചങ്കൂറ്റം കൂടി കാണിക്കണം. അങ്ങനെ ജനങ്ങളോട് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാപ്പ് പറയാനുള്ള ധൈര്യം കൂടി കാണിക്കണം. അല്ലാതെ അത് അത്തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഉറപ്പായി കേസിന്റെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ CBI കേസ് ഞാൻ ലൈഫ് മിഷൻ കേസിൽ ഞാൻ കൊടുത്ത FIR-ന്റെ അടിസ്ഥാനത്തിൽ ആ CBI കേസ് ഒന്ന് സുപ്രീം കോടതിയിൽ നിങ്ങളൊന്ന് പിൻവലിച്ചു വേണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. നിങ്ങൾ എന്തിനാ സ്റ്റേ ചെയ്യാൻ പോയത്? അത് കോടതി നടപടികൾ നടക്കണമല്ലോ. കോടതി നടപടികൾ നടക്കണം. അതുകൊണ്ട് അതിന് നിയമപരമായ പോരാട്ടം നടത്തും. ഇതിൽ ഞങ്ങൾ ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്ന് തന്നെയാണ് CPM നിലപാട്. ഫെബ്രുവരി 5-ാം തീയതി അത് നോക്കിയാൽ കാണാലോ. ജഡ്ജ്മെന്റ് കോപ്പി ഞാൻ പത്രസമ്മേളനത്തിൽ ഇട്ടതാണ്. അതിനകത്തുണ്ട്. ശരിയാണ്. 4-ാം എതിർകക്ഷിയെ AC മൊയ്തീന്റെ ജഡ്ജ്മെന്റ് 2024 ഫെബ്രുവരി 5-ന് കേന്ദ്ര അഡ്ജൂഡിക്കേറ്റ് അതോറിറ്റി കരുവന്നൂർ കള്ളപ്പണ കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടും കേസിൽ പ്രതിയാകേണ്ട മുൻമന്ത്രി AC മൊയ്തീനെ കേസിൽ പ്രതി ചേർക്കാത്ത CPM BJP ഡീലിന്റെ ഭാഗമാണെന്ന് അന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ശരിയാണ്. അതിനകത്ത് ജഡ്ജ്മെന്റിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് എത്ര ലക്ഷം രൂപയാണ് എന്നുള്ളത്. ജഡ്ജ്മെന്റ് ഉണ്ട് ഇക്കാര്യത്തിൽ. ശരിയാണ്. ഈ ജഡ്ജ്മെന്റിൽ കാര്യമില്ല. ട്രൈബ്യൂണലിന് മുൻപാകെ അപ്പീലുമായിട്ട് പോയിരിക്കുകയാണല്ലോ. ജഡ്ജ്മെന്റ് ആണ്. അല്ല ഇത് അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.
അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ നിയമ നടപടികൾ നടക്കുകയല്ലേ? ആ നിയമ നടപടികൾ അല്ല മഞ്ജുഷേ, ഇതിനൊരു കാര്യം മനസ്സിലാക്കണം. സതീഷ് കുമാർ അല്ലല്ല ഒരു മിനിറ്റ് സതീഷ് കുമാർ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്ന മുഴുവൻ പ്രതികളുടെയും സ്വത്ത് കണ്ടുകെട്ടുകയും അത് അഡ്ജുഡിക്കേറ്റ് അതോറിറ്റി ശരിവെച്ചിട്ടും അവർ അപ്പീൽ പോയി കേരള ഹൈക്കോടതിയിൽ ചില ആളുകൾ വന്നപ്പോൾ ഈ മൊയ്തീൻ ചെയ്ത കാര്യങ്ങളൊക്കെ കേരള ഹൈക്കോടതിയിൽ തന്നെ ശരിവെച്ച ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ AC മൊയ്തീൻ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ജയിലിൽ കിടക്കുകയാണ്, ബാക്കിയുള്ള ആളുകളൊക്കെ പ്രതിയായി കിടക്കുകയാണ്. ഈ പറയുന്ന അഡ്ജുക്കേറ്റ് അതോറിറ്റി ശരിവെച്ച മറ്റാളുകളൊക്കെ പ്രതികളാണ്, AC മൊയ്തീൻ മാത്രം പ്രതിയല്ല. അല്ല, അതിലിപ്പോൾ ഹസ്കർ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ? ചെയ്യേണ്ടതല്ലേ? ED ചെയ്യേണ്ടതാണല്ലോ. ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ മണി ലോണ്ടറിംഗ് ചെയ്തിട്ട് ED പ്രതിയാക്കപ്പെടണമല്ലോ. അപ്പൊ ആ പ്രതിയാക്കത്രത്തോളം കാലം നമുക്ക് ഒരു തരത്തിൽ മൂന്നാൾക്കും ഒരേ അഭിപ്രായമാണ്. അല്ല, നിശ്ചയമായും തെറ്റ് ചെയ്ത് ആരെയാണെങ്കിലും പ്രതികരിക്കണമെന്നേ. ആ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ തെറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ല പ്രതിയാക്കണമെന്ന് പറയുമ്പോൾ ഈ കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഇവിടെ ഏജൻസികളുണ്ട്, ആ ഏജൻസികൾക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് തൊടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏതാനും ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുന്നു. കോച്ചുവരെ പിടിച്ച് അകത്തിടുന്നു. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടി എടുത്തു കഴിഞ്ഞുവെന്ന്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്, ഈ തട്ടിപ്പ് മുഴുവൻ നടന്നത്. ഈ കണ്ണീരിന് കാരണം CPM ആണ്. അത് തെളിയിക്കാനായിട്ട് കേന്ദ്ര ഏജൻസികൾ വരേണ്ടി വന്നു. പക്ഷെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ മണി ലോണ്ടറിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. അത് വസ്തുത തന്നെയാണ്. ഹസ്കർ മഞ്ജുഷ, ഇതില് CPM ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന പ്രശ്നം. CPMന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി സഹകരണ മേഖലയിൽ കരിവണ്ണൂർ ബാങ്കിൽ അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ സഹകരണ മേഖലയിൽ CPM കുറച്ച് കയ്യഴിച്ച് കണ്ണടച്ചു പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. CPMന്റെ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നിടത്ത് അവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയം മനസ്സിലാക്കിയതിനു ശേഷം കരിവണ്ണൂർ ബാങ്ക് ഉദാഹരണമായി എടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളിലും CPMന്റെ സബ് കമ്മിറ്റികൾ സജീവമായി ഓരോ മാസവും കൃത്യമായി കൂടി പരിശോധിച്ച് ആ സഹകരണ മേഖലയിൽ ആ സംഘത്തിൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടുന്നതിന് പ്രാദേശിക നേതൃത്വത്തിന് നിർദ്ദേശം നൽകി പ്രവർത്തിച്ചു വരികയാണ്. സഹകരണ മേഖലയിൽ പ്രശ്നമുണ്ടായാൽ കേരളത്തിന്റെ സഹകരണ രംഗത്ത് പ്രശ്നമുണ്ടായാൽ സാധാരണ ജനങ്ങളെയാണ് ഇത് ബാധിക്കുക. കരിവെണ്ണൂർ അടക്കം സാധാരണ ജനങ്ങളുടെ പണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഒരു സംശയമില്ല. അല്ല, അതിന് ജാഗ്രത കുറവ് CPMനുണ്ട്. CPMന്റെ നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ട്. മാത്രമല്ല ആ പണം പാർട്ടിയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഹസ്കർ. അത് ഒരു അതൊക്കെ നിങ്ങൾ ഭാവന ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഭാവന ലോകത്ത് പരത്തുന്ന EDയുടെ കെട്ടുകഥകളും കൂടെ ചേർത്തിട്ടാണ്. അതൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാം, നിയമപരമായി തന്നെ അതിനെ നേരിടാം. അത് കൃത്യമായി നിയമപരമായി നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ രേഖകൾ വരട്ടെ, പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് രേഖകൾ വരട്ടെ. CPMന്റെ ഏരിയ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അറ്റാച്ച് ചെയ്യുന്നു. ഇനിയിപ്പോ MM വർഗീസിന്റെ പേരിൽ തൃശ്ശൂരുള്ള മുഴുവൻ കമ്മിറ്റി ഓഫീസുകളും അറ്റാച്ച് ചെയ്യുന്നതിലേക്ക് വരുമല്ലോ. അപ്പൊ അതൊക്കെ പരിശോധിക്കാം, അതൊക്കെ നിയമപരമായി തന്നെ നമുക്ക് നേരിടാം, ഒരു സംശയമില്ല ഇക്കാര്യത്തിൽ. ഞങ്ങളുടെ കൈകൾ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോൾ ശരിയാണ്, പൊതുസമൂഹത്തിന് അറിയാം ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന്, പാർട്ടി നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് അവരെ അടുത്തറിയാവുന്ന തൃശ്ശൂരിലെ സാധാരണക്കാർക്ക് പോലും അറിയാം. പക്ഷേ ഇത് നിയമപരമായ കടമ്പകളിലേക്ക് കടക്കുമ്പോൾ തെളിയിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണെന്ന് എല്ലാവർക്കും തോന്നുന്നതുമാണ്. അതങ്ങനെയല്ലേ? കാരണം ഈ ED കേസുകളായതുകൊണ്ട് തന്നെ അതൊരു അന്തിമ വിധിന്യായത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അനുകൂലമായിട്ട് തന്നെ ഇവർക്ക് അനുകൂലമായിട്ട്, ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ്, ഈ ഭൂമിയും മറ്റ് സ്വത്തുക്കളും പണവും ഒക്കെ അറ്റാച്ച് ചെയ്താൽ പോലും അപ്പീൽ അവസരങ്ങൾ നിൽക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് ആ ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. അതാണ് ഈ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അന്തർധാരയിലൂടെ നേരിടും, രണ്ട് നേരിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. ഇതൊക്കെ വർഷങ്ങളായി കണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ നീതി എവിടെ കിട്ടും? ഈ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം എങ്ങനെ കിട്ടും? ഈ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾക്ക് അവരോട് ആര് ഉത്തരം പറയും? ഇത് അവശേഷിക്കുകയാണല്ലോ കരുവന്നൂരിൽ. തീർച്ചയായിട്ടും നോക്കൂ, അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്കോർ സെറ്റിൽമെന്റ് എന്നുള്ളതല്ല. നേരെ മറിച്ച് അവിടെ ആരുടെ പണമാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് അതിലൊരു ആശ്വാസം കിട്ടുക എന്നുള്ളതാണ്.
പലിശ കിട്ടിയില്ലെങ്കിലും അവർ നിക്ഷേപിച്ച മുതലെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിന് ദേശീയ ശ്രദ്ധ കിട്ടിയതാണ്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഇവിടെ പല ഘട്ടങ്ങളിൽ വന്നിരുന്ന സമയത്തെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. അപ്പോൾ എല്ലാം തന്നെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഗവൺമെന്റിന്റെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ആർക്കൊക്കെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നും ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുമാണ്. എന്ന് വെച്ചാൽ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, അവരുടെ ഒരു പ്രഖ്യാപനമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അതിൽ നിന്ന് പിന്നിലേക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. കാരണം അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അക്കൗണ്ടബിലിറ്റി രണ്ട് രീതിയിലാണ്. ഒന്ന് ധാർമ്മികമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഉള്ള അതിന്റെ അക്കൗണ്ടബിലിറ്റി, പ്രധാനമന്ത്രി തന്നെ അതിനെപ്പറ്റിയുള്ള പ്രഖ്യാപനം നടത്തുന്നു. രണ്ടാമത്തെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നതുകൊണ്ട് തന്നെ ആ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള എല്ലാവിധ അവകാശ അധികാരങ്ങളും അവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അതിലൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയായിട്ട് മാത്രമേ അത് പരിഗണിക്കപ്പെടുകയുമുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാനായിട്ട്, അതിൽ നിന്ന് ഇട്ടിട്ട് പോകാനായിട്ട് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അത് എളുപ്പമാണോ എന്നുള്ള ചോദ്യം. ഞാൻ കരുതുന്നത് EDയുടെ മറ്റ് പല കേസുകളിൽ നിന്ന് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ പണത്തിന്റെ ട്രെയിൽ അവിടെ വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആരൊക്കെയാണോ അവിടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കണക്കുകളുണ്ട്, സോഴ്സുമായി ബന്ധപ്പെട്ട കണക്കുകളുണ്ട്, വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളുണ്ട്. ഇതിലൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാവാത്ത പണം എന്നുള്ളതാണ്. ഇപ്പൊ AC മൊയ്തീൻ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അതോറിറ്റിയെ സമീപിക്കുന്ന സമയത്ത് അതോറിറ്റി അവസാനം എന്തുകൊണ്ടാണ് ആ 40 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട EDയുടെ നടപടി ശരിയാണ് എന്ന് പറയുന്നത്? കാരണം അവിടെ EDയുടെ വാദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തുകയ്ക്ക്, ഈ 28 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം എന്ന് ഡിസ്പ്യൂട്ട് ചെയ്യുന്ന ആ എമൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സോഴ്സ് വെളിപ്പെടുത്താനായിട്ട് ശ്രീ മൊയ്തീന് സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവിടെ EDയുടെ പ്രധാനപ്പെട്ട പോയിന്റ്. അന്ന് കോടതി പറയുന്നതല്ല, അതോറിറ്റി പറയുന്നത് എന്താണ്? അതോറിറ്റി പറയുന്നത് ആ EDയുടെ വാദം ശരിയാണ് എന്നാണ്. എന്ന് വെച്ചാൽ തന്റെ അക്കൗണ്ടുകളിലുള്ള പണം, അതിന്റെ സോഴ്സ് എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ കണ്ടെത്തൽ അത് സാധൂകരിക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നിരിക്കുന്ന പണം, ആ പണത്തിന്റെ സോഴ്സ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പണം കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് ആ പണം ഹോൾഡ് ചെയ്യുന്നതിനുള്ള അധികാരം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരാരാണ്, അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടാത്ത ആൾക്കാരാരാണ്, ഈ പണം തട്ടിച്ചതാരാണ്, ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇത് പോയി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മണി ട്രെയിൽ അവിടെ കൃത്യമായിട്ട് വരികയും അതിന്റെ സോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്താൽ ആ പണം എന്ന് പറയുന്നത് പിന്നീട് അത് കണ്ടെടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നീട് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യമേ ഉള്ളൂ. സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്നത് പോലെ ഇത് ഏതൊരു കാലത്താണ് ഇതിന്റെ സെറ്റിൽമെന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്കോ വേറെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്നതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഈ പണത്തിന്റെ അത് ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കില്ല എന്ന് അപ്പീൽ മുഖാന്തരം ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ വെട്ടിപ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാജമായിട്ട് യാതൊരു വിധത്തിലുള്ള സോഴ്സുമില്ലാതെ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് എല്ലാം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ ആ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് എൻറ്റിറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡ്സ് ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും അത് എത്ര പെട്ടെന്ന് ഊരിപ്പോരാനായിട്ടോ സാധാരണ ഒരു ED കേസിൽ രക്ഷപ്പെടുന്നത് പോലെ രക്ഷപ്പെടാനോ കഴിയുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ അക്കരെ, താങ്കൾക്ക് പോകാനുള്ളതുകൊണ്ടാണ്. താങ്കൾ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലും കുറെ മൊഴികൾ കൊടുത്തിരുന്നുവല്ലോ. എന്തെങ്കിലും വിശ്വാസം ഇക്കാര്യത്തിൽ ഉണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ മൊഴി കൊടുത്തത് ക്രൈംബ്രാഞ്ച് ഒരു മീഡിയയായി വന്നതാണ്. ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട മൊഴിയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ കൊടുത്ത പരാതിയുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, 16 നടന്നു എന്ന് ഞാൻ പറയുന്നില്ല, 19 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പിൽ, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. 4ാമത്തെ തെരഞ്ഞെടുപ്പിലെ പണമാണ് പിടിച്ചത്. അപ്പോൾ അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പെറ്റീഷനാണ്. ഞാനത് സുപ്രീം കോടതിയിൽ വരെ എൻ്റെ വാദം ചലഞ്ച് ചെയ്യും. രണ്ടാമത്തെ കാര്യം, പിന്നെ ഞാൻ ഇനി ഇത്രയും നേരം അസ്കർ ആ ഭൂമി വാങ്ങിയതിൻ്റെ ഡേറ്റ് പറയുമെന്നാണ് ഞാൻ കരുതിയത്. അത് വാങ്ങിയത് 2014-15 സാമ്പത്തിക വർഷത്തിലാണ്. അന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി ആരായിരുന്നു എന്നുള്ള ഡേറ്റ് കൂടി നോക്കിയാൽ ഇതിനകത്ത് പ്രതി ആരായിരുന്നു എന്നുള്ളത് അസ്കറിന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ തട്ടിപ്പ് നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2013 മുതലാണ് ഇതിൻ്റെ തട്ടിപ്പ് നടക്കുന്നത്.
14-15 കാലഘട്ടത്തിലാണ് പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ആഫീസ് വാങ്ങിയത്. അതിൻ്റെ ആധാരം തുടങ്ങിയ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുള്ളതാണ്. കാണാം നമുക്ക്. അപ്പോൾ ഇ ഡി ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ ആരെയും പ്രതിയാക്കുന്നില്ല അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വീഴ്ചയുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദാഷിൻ്റെ അറസ്റ്റിന് ശേഷം പൊളിറ്റിക്കൽ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി ഒരു ക്ലിയറൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ക്ലിയറൻസ് ഈ ഓരോ ദിവസവും മാസങ്ങളും നീണ്ടു. 2023 ആഗസ്റ്റിന് ശേഷം ഇപ്പം നമ്മൾ 2024 ജൂലൈ മാസത്തിലേക്ക് കടക്കുകയാണ്. എന്ന് വെച്ചാൽ 11 മാസം കഴിഞ്ഞിട്ടും ഇതിലെ പ്രധാന പ്രതിയെ ഈ 2014-15 കാലഘട്ടത്തിൽ ഭൂമി പുറത്തുശ്ശേരി ഈ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി വാങ്ങിയ അന്നത്തെ ജില്ലാ സെക്രട്ടറിയുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല, ആ പ്രതിയെ ആ ആളെ ഇതിനകത്ത് പ്രതിയാക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിനകത്തൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസിൻ്റെ വിഷയമുണ്ട്. അത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് എന്നാണ് ഞാൻ കരുതിയത്. അത് അന്തർധാരയല്ല, പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് ഞാൻ കരുതുകയാണ്. ശരി, അനിലക്കര ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, കാര്യങ്ങൾ വ്യക്തമാണല്ലോ. പാവങ്ങളുടെ കണ്ണീരാണ് പുറത്തുശ്ശേരി CPM-ന്റെ ഓഫീസ്. അതല്ലാതെ താങ്കൾ പറയുന്ന പോലെ ബക്കറ്റ് പിരിവല്ല. ബക്കറ്റിൽ പിരിച്ചിട്ടുണ്ടാവാം, അത് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ കരുവന്നൂരിൽ ഈ പാവങ്ങളുടെ കണ്ണീര് വിറ്റ് കിട്ടിയ പണത്തിനുള്ള കമ്മീഷനാണ്. മഞ്ജുഷേ, പാർട്ടി ഓഫീസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM-ഉം CPM-ന്റെ വർഗ ബഹുജന സംഘടനകളും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഓഫീസുകൾ, ആ പാർട്ടി ഓഫീസുകൾ വാങ്ങുന്നതിന് കൃത്യമായ കണക്കുള്ള പണമാണ് ഉപയോഗിക്കാറുള്ളത്. കൃത്യമായ രീതിയിൽ ഫണ്ട് പിരിച്ച് അതാത് ലോക്കൽ കമ്മിറ്റികളാണെങ്കിൽ ആ ലോക്കൽ കമ്മിറ്റികൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ ദിവസവും കളക്ട് ചെയ്യുന്ന തുകയെ സംബന്ധിച്ച് രേഖപ്പെടുത്തി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. ഏതോ ഭാവനാവിലാസത്തിൽ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് MM വർഗീസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്വത്തുകെട്ടുകൾ കണ്ടുകെട്ടാൻ കഴിയുമോ അക്കൗണ്ട് അടക്കം ഈ പാർട്ടി ഓഫീസ് അടക്കം കണ്ടുകെട്ടി എന്നുള്ളതിനപ്പുറം ആ ഇത് കൃത്യമായി നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് മാത്രമാണ്. പാർട്ടി ഓഫീസുകളെ സംബന്ധിച്ച് എല്ലാ പാർട്ടി ഓഫീസുകളിലും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക. കാര്യം പൊതുജനങ്ങളുമായി സംബന്ധിച്ച് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഇത്തരത്തിൽ കൊള്ളരുതായ്മകളിലൂടെ കിട്ടുന്ന പണമാണെങ്കിൽ ജനം ചോദിക്കില്ലേ ഈ പണം എവിടെ നിന്ന് വന്നു? പാർട്ടിയുടെ പ്രവർത്തകർ ചോദിക്കില്ലേ? ഓരോ പാർട്ടി അംഗവും അതാത് ലോക്കൽ കമ്മിറ്റി ചോദിച്ചു തുടങ്ങിയില്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? നമ്മൾ പലയിടത്തും കാണുന്നതല്ലേ പാർട്ടിയുടെ തോൽവിക്ക് ശേഷം പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങിയത്. അങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും. ഒരു ഓഫീസ് 2013-14 കാലഘട്ടത്തിൽ വസ്തു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ വാങ്ങിയ വസ്തുവിന്റെ ആ വർഷം പാർട്ടി ആ പണത്തെ സംബന്ധിച്ച് അക്കൗണ്ട് ചെയ്യും. മാത്രമല്ല അക്കൗണ്ടുകളുടെ വിവരങ്ങൾ സംബന്ധിച്ച് ക്രോഡീകരിച്ച് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കൊടുക്കുക CPIM-ന്റെ രീതി എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ്. അതാത് ലോക്കൽ കമ്മിറ്റി ഒന്നും ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യം കൊടുക്കേണ്ടതില്ല. ഈ അക്കൗണ്ടുകൾ CPM നിയന്ത്രിക്കുന്ന CPM ഉപയോഗിച്ചു വരുന്ന അക്കൗണ്ടുകൾ കൃത്യമായി സംസ്ഥാന സമിതിയുടെ നിയന്ത്രണത്തിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. രഹസ്യമാക്കി ഒരു അക്കൗണ്ട് മാറ്റിവെക്കാനോ ഒളിച്ചു വെക്കാനോ ഇപ്പൊ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒളിച്ചു വെച്ചു എന്നൊക്കെ കരുതുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാനാവാത്ത നടപടിയാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി നിൽക്കുന്നത്. പക്ഷെ ഇതിപ്പോ വിവാദങ്ങളുടെ ഘട്ടത്തിൽ ഇത് അല്പസ്വല്പം കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കുറച്ചു നേരത്തേക്ക് കൊടുങ്കാറ്റായി തന്നെ നിൽക്കുന്നേ. പക്ഷെ വസ്തുതകൾ പുറത്തു വരും. ജനങ്ങൾക്ക് കൃത്യമായി ഇക്കാര്യത്തെ ബോധ്യപ്പെടുത്താനാവും. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. ഇത് സംബന്ധിച്ച മുഴുവൻ നിഗൂഢതകളും നീക്കിയിരിക്കും. കരുവന്നൂർ ഒരു സമാനതകളില്ലാത്ത തട്ടിപ്പ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളതും ഞങ്ങളുടെ ഉറച്ച നിലപാടും. പക്ഷെ ആ പണം എവിടെ പോയി എന്ന് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് ആ തട്ടിപ്പ് നടത്തിയ ആളുകൾ തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ. പക്ഷെ അത് എവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് തുറന്നു പറയാൻ പറ്റില്ല. അത് എത്തിയത് എവിടെയാണ് എന്നുള്ള കാര്യമാണ് ഈ അന്വേഷണത്തിലൂടെ വരുന്നത്. ശ്രീത് പണിക്കർ, അനിലക്കരെ പറഞ്ഞപ്പോൾ ഈ 2014 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പുറത്തുശ്ശേരിയിലെ പാർട്ടി ഓഫീസിലുള്ള ഭൂമി വാങ്ങിയത്. അപ്പോൾ കാലഘട്ടവും ഇതോടെ ഒത്തുപോകുന്നത് തന്നെയാണ്. പിന്നെ ഹസ്കർ പറയുന്നത് പോലെ അത് മറ്റു രീതിയിൽ സമാഹരിക്കുന്ന പണം, അത് മാത്രമല്ല കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നു. ഓരോ പാർട്ടി അംഗത്തെയും അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുമ്പോഴും അതിനുള്ള രേഖകൾ ഉണ്ട്. ഇതൊക്കെ ഉള്ള സമയത്ത് വെറുതെ ഇങ്ങനെ പാർട്ടിയെ കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി നേരിടുന്നതിന് വേണ്ടിയുള്ള പുകമറ ഉണ്ടാക്കുന്നു എന്നാണ്.
അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതിൽ ആരെയും തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് CPM നമ്മൾ അവിശ്വസിക്കുന്നില്ല എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ അതേ ആനുകൂല്യം നമ്മൾ ഈ അന്വേഷണ ഏജൻസികൾക്കും നൽകേണ്ടതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ടുകൾ രഹസ്യമാക്കി വെച്ചു എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടത്തി എന്നല്ലല്ലോ. നേരെ മറിച്ച് പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നതിനെ വളരെ ലെജിറ്റിമൈസ്ഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ ഇതിനെപ്പറ്റി പറയാതെ ഇരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലത്തേക്ക് പറയാതിരുന്നിട്ടുണ്ടോ? ഇപ്പൊ എന്ത് കാര്യത്തിനും നമ്മൾ തെളിവ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എവിടെയാണ്, ഏത് കാര്യത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള ഒഫീഷ്യൽ ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നത്, ആ ഡിക്ലറേഷനിൽ ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ എവിടെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രേഖ വേണം. ഇപ്പൊ ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പാർട്ടിയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇപ്പൊ പാർട്ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന രേഖ, അതിപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലാണെങ്കിലും മറ്റാരുടെ അടുത്താണെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രേഖയുണ്ടെങ്കിൽ ആ രേഖ CPM പുറത്തുവിടാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അവരുടെ അസറ്റ്സ് ലയബിലിറ്റി ഒക്കെ എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവർക്ക് പറയാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, ഇതൊക്കെ തന്നെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി അല്ല. എല്ലായ്പ്പോഴും ഈ ED അല്ലെങ്കിൽ മറ്റൊരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ നടത്തി വേണ്ടപ്പെട്ട ആൾക്കാരെ ചോദ്യം ചെയ്ത് അതിനുശേഷമാണ് ഇത് തെളിവിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരികയും അതിനെ കോടതികളിൽ ഉൾപ്പെടെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ തയ്യാറാക്കുകയും ഇതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലുള്ള എല്ലാ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇവർ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഘട്ടത്തിൽ ഇതൊക്കെ തന്നെ വിശദീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നല്ലോ. പാർട്ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന 8 അക്കൗണ്ടുകൾ ഇന്ന സമയത്ത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിൽ അപ്പോൾ ഉണ്ടായിരുന്ന തുക ഇന്നതാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം കോടതിയുടെ മുന്നിൽ മാത്രമല്ല വരുന്നത്. അതേപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ അസറ്റ്സും ഇതേപോലെ തന്നെ ക്ലീൻ ആണ് എന്നതുമായി ബന്ധപ്പെട്ട് കാണിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ട്. അതവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ ED പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ സോഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഇൻഡിവിജ്വൽസ് ആണെങ്കിലും പാർട്ടി ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് പറയുന്നതിന് പോലും അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്തിനാണ് നമ്മൾ അവിശ്വസിക്കുന്നത്? ഇതെല്ലാം തന്നെ ED എടുത്തിട്ട് ED ഇതിൽ വിധി പാസ്സാക്കുന്ന കാര്യമല്ലല്ലോ. ഇതെല്ലാം തന്നെ ഒരു കോടതിയിലേക്ക് പോകുന്നതാണ്. ആ കോടതിയാണ് ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ EDക്ക് അവരുടെ മുഖവും രക്ഷിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കുറെ കാര്യങ്ങൾ തട്ടിക്കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു വെഞ്ചിയൻസോട് കൂടി എന്തെങ്കിലും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഈ വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിലോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവരിൽ നിന്നുള്ള രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുന്നതാണ്. ഇനി ഇതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പോകാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു അതോറിറ്റിയെ സമീപിക്കാം, അത് കഴിഞ്ഞ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാം എന്ന് പറയുന്നത് പോലെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എങ്കിൽ ഇവർക്കെതിരെ പോകാമല്ലോ. ഇപ്പൊ EDക്കെതിരെ തന്നെ കേസ് എടുത്തിരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന നാടാണ് നമ്മളുടേത്. ഈ CPM EDക്കെതിരെ കേസ് കൊടുത്തോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യമാണ്, പക്ഷെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതിനെ രഹസ്യമാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ED ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷും മറ്റാൾക്കാരും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ള അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് CPMന്റെ നിലപാട്. നന്ദി ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ അനിൽ അക്കര. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് CPMന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് EDയുടെ രാഷ്ട്രീയ നീക്കമോ? ഇതായിരുന്നു ചോദ്യം.